പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ മാസം ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ ഒരു ഡിജിറ്റൽ പോസ്റ്റർ മേക്കിംഗ് മത്സരം നടന്നിരുന്നു. അപ്പോൾ ഡിജിറ്റൽ പോസ്റ്റർ മേക്കിംഗ് മത്സരം നടന്നപ്പോൾ അതിൻ്റെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. പങ്കെടുത്തവരാകട്ടെ നല്ലൊരു ചിത്രം നെറ്റിൽ നിന്നെടുത്ത് അയച്ചു തരികയോ അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ചിട്ട് അത് ഫോട്ടോ എടുത്ത് അതിലെന്തോ ക്രോപ്പൊക്കെ ചെയ്ത് അയക്കുകയോ ചെയ്തത്. അപ്പോൾ ഡിജിറ്റൽ പോസ്റ്റർ മേക്കിംഗ് എന്ന ആ മത്സരത്തിൽ പങ്കെടുക്കാൻ എങ്ങനെ പങ്കെടുക്കാം, അത് നമുക്ക് ഏതെല്ലാം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാം എന്നൊന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് പോസ്റ്റർ വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാം. അതിന് സഹായിക്കുന്ന ഒരുപാട് ആപ്പുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ വേറെ ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇൻഷോട്ട് എന്ന ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. നമ്മുടെ ഈ വരുന്ന ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ പോസ്റ്റർ മത്സരം ഉണ്ടാകും. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക, ഡിജിറ്റൽ പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ വേണം. ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായി നമ്മളിതാ ഇതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഇൻഷോട്ട് എന്ന് അടിച്ചു കൊടുത്താൽ ഇൻഷോട്ട് സെർച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കാണുന്ന ഈ ചുവന്ന ചതുരത്തിൽ കാണുന്നതാണ് ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ്റെ എംബ്ലം. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അതിൽ ഓപ്പൺ കാണിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ ഡൗൺലോഡ് എന്നുള്ളതാണ് കാണുക. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി കിട്ടും. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഓൾറെഡി ഇൻഷോട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ഇതാ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന ഏറ്റവും അടിയിൽ ആ ചുവന്ന കളിയിൽ ഇൻഷോട്ട് എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി ഞാൻ ഇൻഷോട്ട് എന്നുള്ള ആ ആപ്പ് തുറക്കുകയാണ്. നമ്മൾ ഒരു ചാന്ദ്രദിന പോസ്റ്റർ ഉണ്ടാക്കുകയാണ്. ആ ചാന്ദ്രദിന പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇൻഷോട്ടിലെ വിവിധ ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഇൻഷോട്ട് എന്നുള്ളത് തുറക്കുകയാണ്. ഇൻഷോട്ട് എന്നുള്ളത് തുറന്നു കഴിയുമ്പോൾ ഇത്തരത്തിലാണ് കാണുക. ഇൻഷോട്ടിൻ്റെ ഫസ്റ്റ് സ്ക്രീൻ ഇങ്ങനെയാണ് വരിക. ആ സ്ക്രീനിൽ ആദ്യത്തേത് വീഡിയോ എന്ന് കാണാം. അതൊരു വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കാനാണെങ്കിൽ അവിടെയാണ് തുറക്കുക. നമുക്കിവിടെ ഉണ്ടാക്കേണ്ടത് ഒരു ഫോട്ടോ ആണ്. കൊളാക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ അത് വേറെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് വളരെ എളുപ്പത്തിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ചാന്ദ്രദിനത്തെക്കുറിച്ചൊരു പോസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസ് നിങ്ങൾ നേരത്തെ ഗൂഗിളിൽ കയറി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ഇട്ട് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫോട്ടോസ് എന്നുള്ള ഓപ്പൺ ചെയ്യുന്നു. ഫോട്ടോസ് എന്നുള്ള ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻഷോട്ട് ചോദിക്കുന്നത് ഏത് ഫോട്ടോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഫോട്ടോ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഫോട്ടോയുണ്ട്, ഒരു ചാന്ദ്ര മനുഷ്യൻ്റെ. അത് ഞാൻ ഓപ്പൺ ചെയ്തു. ഈ ഫോട്ടോയാണ് എനിക്ക് പോസ്റ്ററാക്കി ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഷോട്ടിന് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ അടിയിലുള്ള ടൂൾസൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും ഇടയിൽ കണ്ടാൽ ക്യാൻവാസിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ചിത്രത്തിൻ്റെ ചിത്രം ഇങ്ങനെ വലിപ്പം ക്രമീകരിക്കാം. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെയായി കിട്ടും, ഈ രീതിയിൽ കൊടുത്താൽ ഇങ്ങനെയായി കിട്ടും. അപ്പോൾ അത് ഏത് രീതിയിൽ വേണം ചിത്രം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫ്രെയിംസിനനുസരിച്ച് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫ്രെയിം അനുസരിച്ച് ഇപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ സൂം ചെയ്യാം, ഏത് രീതിയിൽ വേണം ഷോർട്ടപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആക്കാം. ഞാൻ നോ ഫ്രെയിം എന്നുള്ള ഒരു ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. ആ നോ ഫ്രെയിം സൂം ചെയ്ത് ഞാൻ ആ ഫുൾ ഇമേജ് എനിക്ക് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് എനിക്കത് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഫ്രെയിമാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചിത്രത്തിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതാ ഇതിലായി. അപ്പോൾ ഇത് വെറുതെ ഒരു പോസ്റ്റർ, ഒരു ചിത്രം മാത്രമാണ്. ഇത് ഒരിക്കലും ഡിജിറ്റൽ പോസ്റ്റർ അല്ല. അപ്പോൾ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ച് അടുത്ത് ചേർക്കേണ്ടത്, എനിക്ക് പേരെഴുതണം, അല്ലെങ്കിൽ എന്താണ് ഏത് ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഞാൻ നടത്താൻ പോകുന്നതെങ്കിൽ ഈ അടിയിലെ ടൂൾ ലൈനപ്പ് ഇങ്ങനെ നീക്കുക. അതിൽ ടെക്സ്റ്റ് എന്ന് കാണും. ടെക്സ്റ്റ് എന്ന് കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ബോക്സിൽ വരും.
ബോക്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ മലയാളത്തിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്തു എൻ്റെ മൊബൈലിൽ. എന്നിട്ട് ഞാൻ ചാന്ദ്ര, ശ്രദ്ധിക്കുക, ചാന്ദ്രദിനം എന്ന് ഞാൻ എഴുതി. ചാന്ദ്രദിനം എന്ന് ഞാൻ എഴുതി. ചാന്ദ്രദിനം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഈ ചാന്ദ്രദിനം എന്നുള്ളത് എനിക്ക് ഇവിടെ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ഇനി എനിക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഈ മൂലക്കൽ ഇങ്ങനെ കിട്ടണം, ചാന്ദ്രദിനം. അപ്പോൾ എനിക്കൊരാഗ്രഹം ഇതിൻ്റെ നിറം മാറ്റണം. അപ്പോൾ ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇത് ന്യൂട്ടൺസ് ഡിസ്ക് പോലത്തെ കാണുന്ന കളർ ഡിസ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കുക ടെക്സ്റ്റിൻ്റെ കളറാണ് ആദ്യം ചോദിക്കുക. ആ ഏത് കളർ വേണമെങ്കിലും നമുക്കിവിടെ കളർ സെലക്ട് കൊടുക്കുക. ഞാൻ ചുവപ്പ് കൊടുത്താൽ ചുവപ്പ് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നിയാൽ ഒന്നുകൂടി ഭംഗി കൂട്ടണം തോന്നി. ഭംഗി കൂട്ടണം തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാനതിനൊരു എന്താ പറയുക, ഒരു ബോർഡർ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. ബോർഡർ കൊടുക്കുമ്പോൾ ഞാൻ വൈറ്റാണ് സെലക്ട് ചെയ്യുമെങ്കിൽ വൈറ്റ് ഇത്തരത്തിൽ ബോർഡർ വരും. എനിക്ക് ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ഷാഡോ ഏത് രീതിയിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ വലുതാക്കി കാണിക്കാം. ഓക്കെ, ഷാഡോ ഓണും ഓഫും കൊടുക്കാം. ഇനി ഒരു ലേബലായിട്ടാണ് വേണ്ടതെങ്കിൽ ആ ലേബലാകുമ്പോൾ ലേബലിൽ ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ലേബലിൻ്റെ കുറച്ച് ഫോർമാറ്റുകൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഞാനിവിടെ ലേബൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, വൈറ്റിൽ വന്നു. ഇനി എനിക്കത് മാറ്റം തോന്നി ഞാനിത് കൊടുത്തു. അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പം ഞാൻ ആ ലേബലിൻ്റെ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി ഇത് വലുതാക്കണമെന്നുണ്ടെങ്കിൽ, വലിയ ലെറ്റേഴ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് ഇവിടുത്തെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ഇങ്ങനെ വലുതാക്കാം. ഓക്കെ, അതെന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം കൂട്ടണമെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാം. ഇനി രണ്ട് ഇതായിട്ടുണ്ടെങ്കിൽ, ഇത് താഴെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അകലങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വലിച്ചു നീട്ടിയാൽ മതി. അപ്പോൾ ഞാനിത് ഓക്കെ കൊടുത്തു. ചാന്ദ്രദിനം ഞാനിവിടെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുകയാണ്. ചാന്ദ്രദിനം ഞാൻ സെറ്റ് ചെയ്തു. ചാന്ദ്രദിനം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് മാത്രം പോരാ, ചാന്ദ്രയാത്രികരുടെ ചിത്രം കൂടി എനിക്ക് കൊണ്ടുവരണം, വേറൊരു ചിത്രത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ ചിത്രം കൊണ്ടുവരണമെങ്കിൽ ഇനിയൊരു ചിത്രം കൊടുക്കുന്നതിൽ കൂട്ടിക്കയറ്റുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഒരു സ്റ്റിക്കറായിട്ട് കൊണ്ടുവരാനാണ് ഞാൻ തീരുമാനിച്ചത്. സ്റ്റിക്കർ എന്ന് ഇവിടെയുണ്ട്, സ്റ്റിക്കർ. ആ സ്റ്റിക്കർ ഇപ്പോൾ ഇതിൽ സ്റ്റിക്കർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ പ്ലസ് കൊടുത്തു. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ചിത്രം കൊടുന്നു വെച്ചിട്ടുണ്ട്. ഈ ചിത്രമാണ് എനിക്ക് സ്റ്റിക്കറായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഞാൻ ആ ചിത്രത്തെ വളരെ ചെറുതാക്കി എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടുന്നു വയ്ക്കാം. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ടിക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ചാന്ദ്രദിനം എഴുതി, ചാന്ദ്രൻ എന്നുള്ള ചിത്രം കൊടുത്തു. ചിത്രം കൊടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിന് എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചതൊരു ബഹിരാകാശമല്ലേ, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരട്ടെ. കണ്ടോ, ഇപ്പോൾ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് സംഗതി ഇങ്ങനെ വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഇതായിട്ട് വന്നു. ഞാൻ ടിക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഞാൻ സ്റ്റിക്കർ വെച്ച് ശരിയായില്ല, ഒന്നുകൂടി സ്പേസ് ചെയ്യണം എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ ഇതാ ഇങ്ങനെ വെച്ച് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ സ്റ്റിക്കർ എങ്ങോട്ട് വേണം നീക്കാം. അതുപോലെ സ്റ്റിക്കറിനെ വലുതാക്കാം, സ്റ്റിക്കറിനെ ചെറുതാക്കാം, സ്റ്റിക്കറിനെ റൊട്ടേറ്റ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചു. ഇനി ക്രോപ്പ് ചെയ്യാം, ഒരുപാട് ഇതുണ്ട്. അപ്പോൾ നോക്കൂ, ഫ്രെയിം, ഇതിനൊരു ഫ്രെയിം കൊടുക്കണം. അത് വട്ടത്തിൽ ചതുരത്തിലാണല്ലോ. ഇതാ ഇങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ ചെറുതാക്കിയും വലുതാക്കിയും ഒക്കെ നമുക്ക് അതിൻ്റെ പല ഇതിലാക്കാം. ഇതാണെങ്കിൽ ഇത്. ഇനി ഈ ചെയ്ത ഒന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതാ ഇത് വീണ്ടും ഇങ്ങനെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ടിക്ക് കൊടുത്തു. അപ്പോൾ ഇതാ എനിക്കൊരു ഇത് വന്നു. ഞാൻ ക്യാൻവാസ് വീണ്ടും കൊടുക്കുന്നു, നോ ഫ്രെയിം കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ സ്റ്റിക്കറിൻ്റെ സ്പേസ് ഒന്ന് മാറ്റണം. സ്റ്റിക്കറിൻ്റെ സ്പേസ് മാറ്റണം. ആ സ്പേസ് ഞാൻ എന്താ ഇവിടെ ചാന്ദ്രയാത്രികർ ചാന്ദ്രദിനത്തിൻ്റെ മുകളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഞാനത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏത് രീതിയിൽ വേണം നിങ്ങൾക്ക് ഭംഗി കൂട്ടാട്ടോ. അപ്പോൾ അത് ഫിൽറ്റർ ഉണ്ട്, ബ്രൈറ്റ്നസ് കൂട്ടാം. അതൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ന്യൂട്രൽ ഏത് രീതി വേണം. ഇപ്പോൾ പിങ്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ചില ഓപ്ഷൻസ് നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ടി വരും, ചിലത് നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് ഇതിൽ തന്നെ അവൈലബിലിറ്റി ഉണ്ട്. ഞാൻ ഓക്കെ കൊടുത്തു. എന്താ ഇപ്പോൾ ചാന്ദ്രദിനം. ഇനി ഈ നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് കൂടി നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ടെക്സ്റ്റ് കൊടുത്തു. അവിടെ ഞാൻ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഫുൾ ക്യാപിറ്റൽ കൊടുത്താണ്
KMGPS തവനൂർ. അപ്പോൾ എനിക്ക് മറ്റതിൻ്റെ മാതിരി തന്നെ ഇത് വേണ്ട, ഇതിൻ്റെ ഇതൊക്കെ മാറ്റണം. എനിക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ടെക്സ്റ്റിൽ വന്നു. ടെക്സ്റ്റിൽ വന്നപ്പോൾ ഞാൻ ബ്ലാക്ക് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. ലേബൽ വന്നപ്പോൾ എനിക്ക് വേണ്ടത് വൈറ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ എനിക്കത് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് എവിടെയെങ്കിലും കൃത്യമായി എടുത്ത് സ്പേസ് ചെയ്യേണ്ടതുണ്ട്. KMGPS തവനൂർ അത് കൊടുന്നു. ഞാൻ ഇവിടെ വെച്ച് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ തന്നെ ലെറ്റർ സ്റ്റൈൽ നമുക്ക് മാറ്റാം. നമ്മൾ തിരഞ്ഞെടുത്താതാ. അപ്പോൾ അത് ഞാനത് മാറ്റിക്കഴിഞ്ഞാൽ അത് എങ്ങനെ എഴുത്ത് വരും, ഇതിൽ നോക്കി എങ്ങനെ എഴുത്ത് വരും, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. ഓക്കെ കൊടുത്തു. ഇപ്പോൾ അത് എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്പേസ് ഒന്നുകൂടി ക്ലിയർ ആണ്. ചാന്ദ്രദിനം KMGPS തവനൂർ. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഇതിലേക്ക് വ്യത്യസ്തമായ പിക്ചറുകൾ കൊണ്ടുവരാം. ഏതും ഓരോന്നും നിങ്ങൾ ചെയ്ത് പഠിക്കുക. എല്ലാം ഞാൻ പറഞ്ഞു തന്നാൽ കൃത്യമായി മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്താൽ നല്ലൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവരാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റിക്കർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, നമുക്ക് ഇപ്പോൾ അതിൽ KMGPS തവനൂർ എന്നുള്ള ഇതൊരു സ്റ്റിക്കറായിട്ടാണ് ചെയ്തത്. ആ സ്റ്റിക്കറിന് നമുക്ക് വേറെ ഏതെങ്കിലും പർപ്പസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും വളരെ ലഘുവായിട്ടാണ് ഒരു പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ കാണിച്ചത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിന് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. എന്നിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് സേവ് എന്ന് കൊടുത്തു. സേവ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ പോസ്റ്റർ സേവ്ഡ് ആയി ഓൾറെഡി. ആ സേവായ പോസ്റ്റർ ഉണ്ടാവുക എവിടെയാ നോക്കാം. നമ്മളിത് ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്യുമ്പോൾ ഡിസ്കാർഡ് ചെയ്താൽ മതി. നമ്മൾ സേവ് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ നമുക്ക് നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കാം. ഈ വരുന്ന ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള പോസ്റ്റർ രചനാ മത്സരത്തിൽ എല്ലാവരും വ്യത്യസ്തങ്ങളായ പോസ്റ്ററുകൾ ഉണ്ടാക്കി പങ്കെടുക്കുമല്ലോ. താങ്ക് യു.